പറഞ്ഞ ഗുരുക്കന്മാര്, മറ്റ് ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സ്നേഹിതരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്ര ജാതകരുടെ ശനിമാറ്റത്തെ പറ്റിയാണ്. തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് മകര രാശിയിലാണ് അറിയപ്പെടുന്നത്. ഒറ്റ രാശിയാണ് അവർക്ക്. തിരുവോണം രാശിനാഥൻ ശനിയുമാകുന്നു. തിരുവോണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. എന്തു പറഞ്ഞാലും ചിലർ പറയും, ഇന്ന് നമുക്ക് തിരുവോണമായിക്കളെ. ചിലർ പറയും, നമുക്ക് അടുത്ത മാസം നിനക്ക് ശമ്പളം കിട്ടിയിട്ട് തിരുവോണം ആഘോഷിക്കാം. ഇങ്ങനെ എപ്പോഴും തിരുവോണം എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അതിന് കാരണമുണ്ട്. തിരുവോണത്തിനാണ് മനുഷ്യർക്ക് ഒരു സന്തോഷം വരുന്നത്. ചിങ്ങമാസത്തിലാണ് തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണമാണ് നാം തിരുവോണ നക്ഷത്രമായി ആഘോഷിക്കാറുള്ളത്. എന്തെന്നാൽ ചിങ്ങമാസം ഒരു പിറവിയുടെ മാസം കൂടെയാണ്. അതുകൊണ്ട് തിരുവോണത്തിന്, അതായത് ചിങ്ങം മുതൽ മനുഷ്യന് ആഹ്ലാദപ്രദമായ ഒരു സന്തോഷ ദിനമാണ് ചിങ്ങമാസം മുഴുക്ക, പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രവും. എന്തെന്നാൽ കൃഷിക്കാർ പണ്ടൊക്കെ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അവ വിറ്റ് കാശുകളൊക്കെ ധാരാളം ഉണ്ടാക്കുകയും കുടുംബത്തിന് ധനധാന്യ കീർത്തിയും ധന അഭിവൃദ്ധികളും ചിലപ്പോൾ ആ പൈസ വെച്ചായിരിക്കും അന്നത്തെ കാലത്ത് സന്താനങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് ഉടുതുണി വരെ വാങ്ങിക്കൊടുക്കുവാൻ തിരുവോണത്തിൽ ഈ നാളിൽ കിട്ടുന്ന വിളവിൻ്റെ അനുസരിച്ചുള്ള പൈസയെ കണക്കാക്കി നാം ഓരോരുത്തരും ചെയ്തു വന്നിട്ടുണ്ട് പഴയകാലം. അതുപോലെ തന്നെ തിരുവോണത്തിന് ഇന്നത്തെ കാലത്ത് സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ, ബോണസ് എന്നിവ കിട്ടുകയും മറ്റ് ആൾക്കാർക്ക് പല കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കമ്പനിയിൽ നിന്നുള്ള ആദായങ്ങൾ ധാരാളം ലഭിക്കും, ബോണസ് മുതലായ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരിലും പണം നിറഞ്ഞിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് ഊഞ്ഞാല് കെട്ടാനും ഊഞ്ഞാലാടി രസിക്കാനും കുറച്ച് ദിവസം സ്കൂളിൽ പോകാതെ ചുറ്റിക്കറങ്ങാനും യാത്രകൾ ചെയ്ത് ബന്ധുക്കളെ കാണാനും, അതുപോലെ നാടൻ തിരുവോണത്തിന് പ്രത്യേകിച്ച് നാടൻ കലകൾ പലതും അവതരിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പലയിടത്തും ഊഞ്ഞാലുകെട്ട്, പന്തുകളി, അതുപോലെ തന്നെ വടംവലി, ഇങ്ങനെയുള്ള നാടൻ കളികളും, അതുപോലെ സർക്കാർ സംബന്ധിയായി സർക്കാർ അതിനെ ഒരു ഉത്സവമായി കണക്കാക്കുകയും അതിനെ ഓണാഘോഷ പരിപാടികൾ പലതും നടത്തി മനുഷ്യന് സന്തോഷം വരുത്തുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണം നാളുകൾ. അതായത് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ തിരുവോണ നക്ഷത്ര ജാതകർക്കും അതിപ്രധാനമായ ഒരു സ്ഥാനമാണ് ആചാര്യൻ കൽപ്പിച്ചിട്ടുള്ളത്. തിരുവോണ നക്ഷത്ര ജാതകർ പൊതുവെ ഭക്തിയുള്ളവരും ബുദ്ധിസാമർഥ്യമുള്ളവരും. തിരുവോണ നക്ഷത്ര ജാതകർ ബുദ്ധിസാമർഥ്യമുള്ളവരും സത്യസന്ധന്മാരും ദൈവഭക്തരും ശാസ്ത്രങ്ങളുടെ സാരാർത്ഥം അറിയുന്നവരും ത്യാഗികളും ക്ഷമാശീലന്മാരുമായിരിക്കും. ഇവർ പൊതുവെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കും. പക്ഷെ മന്ദഗതിയിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവരുടെ ദശാനാഥൻ തുടക്കം ശനി ആയതുകൊണ്ട് ഇവർ പതുക്കെ കാര്യങ്ങൾ ആദ്യകാലങ്ങളിൽ കൊണ്ടുപോകും. തിരുവോണ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. അത് പിന്നീട് നമുക്ക് വരാം. അപ്പോൾ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ശനി മാറ്റം 2025 മാർച്ച് 29 വരെ ശനി മാറ്റത്തെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇവർക്ക് മകരക്കൂറ് എന്ന് അറിയപ്പെടുന്നല്ലോ.
മകരക്കൂറുകാരുടെ 2-ൽ ശനിയും 5-ൽ വേഴനുമാണ് നിൽക്കുന്നത്. ഇവർക്ക് പല നല്ല കാര്യങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേയും അതുപോലെ പ്രായ ഭേദമന്യേയും ഇവർക്ക് ഇപ്പോൾ അനുകൂലമായ കാലഘട്ടമാകുന്നു. ഇവർക്ക് പൊതുവെ ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണത്തിനും പിന്നെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഫഷണൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാകുന്നു. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നഴ്സിംഗ്, ഫാർമസി, വൈദ്യം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ITA ഫീൽഡ് ഇങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലഘട്ടവും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷന് ആനുകൂല്യങ്ങളും ബന്ധുകീർത്തിയും ഗ്രഹസുഖവും ഗ്രഹം നന്നാക്കലും എല്ലാം പൊതുവെ ഈ നക്ഷത്ര ജാതകർക്ക് 2025 മാർച്ച് വരെ ശനി അനുകൂല സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിരുന്നാലും ശനി ഇവർക്ക് അനുകൂല സ്ഥാനത്ത് വരികയാൽ ഇവർക്ക് ചിലർക്ക് നഷ്ടപ്പെട്ടു പോയ തൊഴിൽ ലഭിക്കുകയും ചിലർക്ക് അല്ലെങ്കിൽ തടസ്സത്തിലിരുന്ന വിവാഹങ്ങൾ ജീവിച്ചു കൊണ്ടുപോകുവാനും അതുപോലെ സന്താനം കുടുംബത്തിൽ ഉണ്ടാകുവാനും ചിലർക്ക് സന്താനങ്ങളെപ്പറ്റി വിഷമങ്ങളുണ്ടാകും. കാരണം സന്താനത്തെ വിദേശത്ത് പോകുവാനും ഉള്ള സമയങ്ങളാകുന്നു. പഠിക്കുവാനാകാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകാനും ഒക്കെ അച്ഛനും അമ്മമാർക്കും സന്താനങ്ങളെ വിടുവാനുള്ള ഒരു അവസരം കൂടെ ആകുന്നു ഈ കാലഘട്ടം. വേടൻ്റെ പഞ്ചമഭാവസ്ഥിതി അതിനൊക്കെ അനുകൂലമാകുന്നു. പൊതുവെ ധനവും ധാന്യവും കീർത്തിയും ഇവർക്ക് ഉണ്ടാകും. ശനി മെല്ലെ മെല്ലെ അവർക്ക് അനുകൂലാവസ്ഥകളിലേക്ക് ചെന്നെത്തിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾ ക്രമേണ മാറും. വ്യവസായികൾക്ക് വ്യവസായം പുരോഗമിച്ച് കൊണ്ടുപോകുവാനുള്ള അവസരങ്ങൾ ധാരാളം കൈവരുന്നതാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക്, ഗ്രന്ഥരചയിതാക്കൾക്ക്, അതുപോലെ പൊതുജന ബന്ധമായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നത പദവികളിലും സംഘടനാ ബലങ്ങൾ കൂടുതൽ ഉണ്ടാക്കുവാനും ഈ കാലഘട്ടം വളരെ അനുകൂലമാകുന്നു. പൊതുവെ കുടുംബത്തിന് സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകും. പ്രായമായവർക്കും മധ്യവയസ്കർക്കും കുഞ്ഞുങ്ങൾക്കും വളരെ അനുകൂലമായ കാലഘട്ടമാകുന്നു. ചിലർക്ക് പുതിയ പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങുവാനും കിട്ടാത്ത ഇരിക്കുന്ന അഡ്മിഷൻ ലഭിക്കുവാനും ഉള്ള സമയമാകുന്നു. ശനിയുടെ അവസ്ഥ ഇവർക്ക് മേൽഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കും. ഇവർ പൊതുവെ സന്തോഷവും സൗഭാഗ്യവും ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ അവസരങ്ങളാകുന്നു. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രൻ മതങ്ങളുണ്ട് എങ്കിലും ഏതാണ്ട് നമുക്കൊരു 5 വർഷം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 5 കൊല്ലം ചന്ദ്രദശാകാലം. ചന്ദ്രദശാകാലത്ത് കുറച്ച് വാലപീഠകളുണ്ടെങ്കിലും 3 വയസ്സിന് ശേഷം വിദ്യാരംഭവും കുടുംബത്തിന് മധ്യമസുഖവും ശേഷം ചൊവ്വ 7 കൊല്ലം. ആ കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും കുടുംബത്തിലെ ഗ്രഹയോഗങ്ങൾക്കും ഉത്തമം. അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. ഈ രാഹുർ ദശാകാലത്ത് പൊതുവെ സാമ്പത്തികമായ നേട്ടങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ വിദേശത്ത് പോയി പഠിക്കുവാനോ അവിടെ തൊഴിൽ ലഭിക്കുവാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. 25-26 ഇവർക്ക് പൂർണ്ണ ഉദ്യോഗവും, സ്ത്രീകൾക്കാണെങ്കിൽ 21-24 വിവാഹവും, പുരുഷനാണെങ്കിൽ 26-27-28 വിവാഹത്തിനും ഉത്തമമാകുന്നു. ഈ കാലഘട്ടങ്ങളിൽ സർപ്പപ്രീതി പ്രത്യേകിച്ച് വരുത്തിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ വരുന്നത് വേഴദശ 16 കൊല്ലം. വേഴനിൽ സന്താന ഐശ്വര്യവും പുത്രപൗത്രാദി സൗഖ്യവും ഉന്നത ഗ്രഹ നിർമ്മാണവും പുതിയ ഉദ്യോഗങ്ങളും സാമ്പത്തിക നേട്ടവും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിന് യഥാവിധി പൂജകൾ, പാൽപ്പായസം,
ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ നടത്തുകയും ആയില്യപൂജ നടത്തുകയും ചെയ്തുകൊണ്ടാൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവർക്ക് ശനിദശ 19 കൊല്ലം. ശനി മകരക്കൂറായതുകൊണ്ട് ശനിയുടെ രാശിയിലാണ് ഇവരുടെ ഉദയം. അതുകൊണ്ട് രാശ്യാധിപൻ ശനി ആയതുകൊണ്ട് ഇവർക്ക് ശനി വലിയ ദോഷം ചെയ്യുകയില്ല. ശനിദശയിൽ സന്താനങ്ങൾക്ക് ബുദ്ധിയും ഭാഗ്യ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകും. പ്രായമായവർക്ക് മുട്ടുവേദന, കാലുവേദന, കാലുവരിപ്പ്, വാദസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകും. ശേഷം ബുധൻ 17 കൊല്ലം. പൊതുവെ സുഖ ദുഃഖ സമ്മിശ്ര ഫലങ്ങളാകും. അപ്പോൾ പ്രായം അവർക്ക് കൂടുതലാകും. അവർക്ക് ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല. അങ്ങനെ ഇവരുടെ ദശ ഈ കാലഘട്ടത്തിലാണ് ഈ അവസരം പോലെ നടക്കുന്നത്. ഇവർക്ക് അനുഭവ സിദ്ധിക്ക് വേണ്ടി പൊതുവെ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം അർപ്പിക്കുകയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചന, നിത്യപുഷ്പാഞ്ജലി അർച്ചന നടത്തുകയും പ്രധാന നാഗക്ഷേത്രങ്ങളിൽ ചെന്ന് നൂറും പാലും ആയില്യപൂജ എന്നിവ നടത്തുകയും ചെയ്തു കൊള്ളണം. പൊതുവെ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടം അനുകൂലമാകുന്നു. ഏത് കാര്യവും കൂടുതൽ പ്രയത്നിച്ച് വരുമ്പോൾ അവർക്ക് അനുകൂലാവസ്ഥകൾ ഉണ്ടാകും. പൊതുവെ ചിലർ പറയും എനിക്ക് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ. അത് ചിലപ്പം ജാതകത്തിലുള്ള അല്പ വിലക്കുറവോ എന്തെങ്കിലും ആവും. എന്നിരുന്നാലും ഇവർ വിഷ്ണുവിനെയും ശാസ്താവിനെയും ഹനുമാനെയും ഗണേശനെയും പൂജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. ശാസ്താവിൻ്റെ സഹായം കൊണ്ടും വിഷ്ണുവിൻ്റെ സഹായം കൊണ്ടും മഹാദേവൻ്റെ സഹായം കൊണ്ടും തിരുവോണ നക്ഷത്ര ജാതകർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജ്യോതിഷനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എന്ന് മലയങ്കിരി പുരുഷോത്തമൻ.